السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. അവർ തങ്ങളുടെ സമ്പത്തിൽ നിന്ന് രാവും പകലും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവരാകുന്നു. അവർക്ക് അവരുടെ നാഥന്റെ പക്കൽ പ്രതിഫലമുണ്ട്. അവർക്ക് യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല, അവർ വ്യസനിക്കുന്നതുമല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിരവധി സ്ഥലങ്ങളിൽ സത്യവിശ്വാസികളെ ധനത്യാഗത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ഈ ആയത്തിൽ നമുക്ക് അത് കാണാവുന്നതാണ്. സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകതയായി പറയുന്നു, സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാപ്പകൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചെലവ് ചെയ്യുന്നത് അവർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ പക്കൽ ഈ രണ്ട് രീതിയും സ്വീകൃതയോഗ്യമാണ്. അതായത് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നത്. കാരണം അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നു, ഈ സത്യവിശ്വാസികളുടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കുക എന്നതാണ്. പറയുന്നു, വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ല. അതായത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ ചെലവഴിക്കുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ അവർ ചെലവഴിക്കുന്നേയില്ല. അതായത് അവരുടെ ലക്ഷ്യം തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയാകുന്നു. ചുരുക്കത്തിൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ലക്ഷണം അയാൾ നന്മകൾ ചെയ്യണമെന്നതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ പരിശുദ്ധ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും രാപ്പകൽ നന്മകൾ ചെയ്യാനുള്ള ചിന്തയുണ്ടാവുകയും ചിലപ്പോൾ പരസ്യമായി നന്മ ചെയ്യുകയും ചിലപ്പോൾ രഹസ്യമായി നന്മകൾ ചെയ്യുകയും ചിലപ്പോൾ പരസ്യമായി സാമ്പത്തിക ത്യാഗം ചെയ്യുകയും ചിലപ്പോൾ രഹസ്യമായി സാമ്പത്തിക ത്യാഗം ചെയ്യുകയും വേണമെന്നാണ്. ഈ ത്യാഗങ്ങൾ അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകൃതയോഗ്യമാകുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന ലക്ഷ്യമായിരിക്കണം ഈ ത്യാഗങ്ങൾക്ക് പിന്നിൽ ഉണ്ടാകേണ്ടത്. കാണിച്ചു കൂട്ടാനുള്ള ത്യാഗമാണെങ്കിൽ അത്തരത്തിലുള്ള ത്യാഗങ്ങൾ അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ സ്വീകരിക്കപ്പെടുകയില്ല. ഈ കാണിച്ചു കൂട്ടാനുള്ള ത്യാഗങ്ങൾ അവരുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയപ്പെടുന്നതാണ്. ഈ അന്തസത്തയെ മുൻനിർത്തിക്കൊണ്ട് ഒരു സത്യവിശ്വാസി ത്യാഗങ്ങൾ ചെയ്യേണ്ടതാണ്.
ഈ അന്തസത്തയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ജമാഅത്ത് അംഗങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ധനത്യാഗങ്ങൾ ചെയ്യുന്നത്. ഈ അന്തസത്തയില്ലെങ്കിൽ സാമ്പത്തിക ത്യാഗങ്ങൾ നിഷ്പ്രയോജനമാകുന്നു, അത് വ്യർത്ഥമായി തീരുന്നതുമാണ്. ഇന്നയാൾ ഇത്ര ത്യാഗം ചെയ്തുവെന്നും എനിക്ക് അതിനേക്കാൾ ത്യാഗം ചെയ്യണമെന്നുമുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അതും പ്രയോജനരഹിതമാകുന്നു. അതല്ലെങ്കിൽ ഈ ജമാഅത്ത്, അതല്ലെങ്കിൽ ഹൽക്ക ഏരിയ നമ്മളെക്കാൾ ത്യാഗത്തിൽ മുന്നേറരുത്, അങ്ങനെയായാൽ ജനങ്ങൾ എന്തു പറയും എന്നാണെങ്കിലും ശരിയല്ല. മത്സര മനോഭാവം നല്ലത് തന്നെയാണ്, എന്നാൽ ജനങ്ങൾ എന്തു പറയും എന്ന ആശങ്ക ഉണ്ടാകരുത്. മറിച്ച് അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ അവരെക്കാൾ കൂടുതൽ ത്യാഗം ചെയ്യുന്നവരാകണമെന്നതായിരിക്കണം ലക്ഷ്യം. ഇതാണ് മത്സര മനോഭാവം വേണ്ടത്. അതുപോലെ അഹങ്കാരത്തോടെ ഞാൻ ഇത്ര ചന്ത കൊടുത്തു, അതല്ലെങ്കിൽ ഞാൻ ഇത്ര ചന്ത കൊടുക്കുന്നവനാണ്, എൻ്റെ ഇന്ന കാര്യം അംഗീകരിക്കേണ്ടത് എൻ്റെ അവകാശമാണ്, അതല്ല ഈ സൗകര്യം എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ സംവിധാനത്തിനുമേൽ തൻ്റെ ഔദാര്യം പ്രകടിപ്പിക്കുന്നതും, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ധനത്യാഗം ചെയ്യുന്നത് കൊണ്ട് കാലത്തിൻ്റെ ഖലീഫയുടെ അല്ലെങ്കിൽ ഭാരവാഹികളുടെ ദൃഷ്ടിയിൽ വരണമെന്നും തനിക്ക് പ്രശംസ കിട്ടുമെന്നും കരുതുന്നതും എല്ലാം തെറ്റാകുന്നു. അതെല്ലാം നിഷ്പ്രയോജനവും വ്യർത്ഥവുമായ കാര്യങ്ങളും ത്യാഗത്തിൻ്റെ അന്തസത്തയ്ക്ക് വിപരീതവുമാകുന്നു. മറിച്ച് അത് തിരിച്ച് നഷ്ടത്തിന് കാരണമാകുന്നതാണ്. അള്ളാഹു പറയുന്നു, ഇതെല്ലാം തെറ്റാകുന്നു. എൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ എൻ്റെ തൃപ്തി കരസ്ഥമാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നവർക്ക് അള്ളാഹു അന്തസ്സും നൽകുന്നതാണ്. എന്നാൽ അന്തസ്സ് അഥവാ ബഹുമതി അയാളിൽ വിനയവും താഴ്മയും വർദ്ധിപ്പിക്കുന്നതാകേണ്ടതാണ്. ജനങ്ങൾ തന്നെ ശ്ലാഘിക്കുന്നതിൽ അയാൾക്ക് ലജ്ജയുണ്ടാകുന്നതാണ്. കാലത്തിന്റെ ഖലീഫയുടെ ദൃഷ്ടിയിൽ വരണമെന്ന ആഗ്രഹം പോലും തനിക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്യണമെന്നും ഒരു ഉറച്ച ബന്ധമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയുമായിരിക്കണം. ആർക്കാണോ ബയ്യത്ത് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ദുആകളിൽ ഭാഗഭാക്കാകണമെന്ന ചിന്ത പ്രകൃത്യ ആഗ്രഹമുണ്ടാകുന്നതാണ്. സത്യഖിലാഫത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അത്തരം ആഗ്രഹത്തിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഉദ്ദേശം പ്രകടനപരത ആയിരിക്കരുത്, മറിച്ച് ദൈവപ്രീതി കരസ്ഥമാക്കണമെന്നതും. ഈ ത്യാഗം കാരണം കാലത്തിന്റെ ഖലീഫ അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നതിനും അള്ളാഹുവിന്റെ തൃപ്തി സ്വായത്തമാക്കുന്നതിനും വേണ്ടി തനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന നെയ്യത്താണ് ഉണ്ടാകേണ്ടത്. സത്യവിശ്വാസികളുടെ പരസ്പരമുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് അവരുടെ ആത്മീയ പുരോഗതിക്ക് നിദാനമായി മാറുന്നത്. ആയതിനാൽ ഈ ചിന്താഗതി അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾക്ക് അനുസൃതമാകുന്നു. അള്ളാഹു പറയുന്നു, എൻ്റെ ശ്രദ്ധ ലഭിക്കുന്നതിനും എൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനും വേണ്ടി ആത്മാർത്ഥമായി എൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭയം അകറ്റാമെന്നതും നിങ്ങളുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കാമെന്നതും നിങ്ങൾക്ക് മനസ്സമാധാനത്തുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നതും നിങ്ങൾക്ക് സമാധാനം നൽകാമെന്നതും നിങ്ങളെ എൻ്റെ മടിത്തട്ടിലേക്ക് എടുക്കാമെന്നതും എൻ്റെ വാഗ്ദാനമാകുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ കാലഘട്ടത്തിൽ കാലത്തിൻ്റെ ഇമാം ഹസ്രത്ത് വാഗ്ദത്ത മഹ്ദി മസീഹിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യദാസനെ അംഗീകരിച്ച സംഘത്തിന്റെ ചിന്താഗതിയാകുന്നു. അതായത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ധനത്യാഗം ചെയ്താൽ അള്ളാഹു ആ ധനത്യാഗത്തെ ഫലദായകമല്ലാതെ ഒഴിവാക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അവൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അള്ളാഹു ചിലപ്പോൾ അപ്പോൾ തന്നെ അനുഗ്രഹിക്കുന്നു, ചിലപ്പോൾ സമ്പത്തിൻ്റെ രൂപത്തിലും
മറ്റു ചിലപ്പോൾ മറ്റു പല അനുഗ്രഹങ്ങൾ മുഖേനയും. ഇതിനുള്ള ഉദാഹരണങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ജമാഅത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. 10, 20, 100 അല്ല, മറിച്ച് ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അല്ല, ഞാൻ പറയുന്നു അത് ലക്ഷക്കണക്കിനുണ്ടെന്നാണ്. അതിലൂടെയാണ് ദൈവപ്രീതി കരസ്ഥമാക്കിയവർ കടന്നു പോകുന്നതും തങ്ങൾക്ക് മേലുണ്ടാകുന്നത് അനുഭവിക്കുന്നതും. പിന്നെ അവരുടെ വിശ്വാസം ദൃഢമാകുന്നു, അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഈ ചെലവഴിക്കുന്നവർ തങ്ങളുടെ ഭാര്യ മക്കൾക്ക് മേലും അവകാശങ്ങളുണ്ടെന്ന് തീർച്ചയായും ഓർക്കേണ്ടതാണ്. ഈ അവകാശങ്ങൾ നിറവേറ്റേണ്ടതും ഒരു വിശ്വാസിയുടെ കടമയാകുന്നു. തങ്ങളുടെ ഭാര്യ മക്കളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാതിരിക്കുന്നതും പാപമാകുന്നു. എന്നാൽ ഓർക്കുക, ഉള്ളതിൽ തൃപ്തിപ്പെടുകയും അതിൻ്റെ പ്രാധാന്യം അവർ ബോധ്യപ്പെടുത്തുകയും ബോധവൽക്കരണത്തിലൂടെ ധനത്യാഗത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കേണ്ടതും അനിവാര്യമാകുന്നു. തുടർന്ന് അത്തരം ആളുകളുടെ മക്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോടൊപ്പം വിവിധ മാർഗങ്ങളിലൂടെ ദൈവിക അനുഗ്രഹങ്ങളുടെ അവകാശികളാക്കപ്പെടുന്നതും കാണുമ്പോൾ മനുഷ്യൻ ആശ്ചര്യഭരിതനായി പോകുന്നു. ഈ സന്ദർഭത്തിൽ ത്യാഗം ചെയ്യുന്ന ആളുകളുടെ ത്യാഗം ചെയ്യുന്നത് കൊണ്ടുണ്ടായ അനുഗ്രഹങ്ങൾ അഥവാ സമ്പത്ത് ചെലവഴിക്കുന്നതിന് അവർക്ക് പ്രേരണ ഉണ്ടാകുകയും പിന്നെ എങ്ങനെയാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടതെന്നുമുള്ള സംഭവങ്ങളിൽ ചിലത് ഞാൻ കേൾപ്പിക്കാം. ഇത്തരം സംഭവങ്ങൾ സമർപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത് ഗുണകരമാവുകയും അത് മുഖേന മറ്റുള്ളവർക്കും പ്രേരണ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ചിലർ ഈ സംഭവങ്ങൾ തങ്ങളിൽ സ്വാധീനം ചെലുത്തിയെന്നും ധനത്യാഗത്തിന് പ്രചോദനമായെന്നും തങ്ങളുടെ ദൈവിക അനുഗ്രഹങ്ങളുടെ കാഴ്ചകൾക്ക് സാക്ഷികളായെന്നും എഴുതുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരു സ്ഥലത്ത് പറയുന്നു, വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ എല്ലാ കർമ്മങ്ങളും ജനങ്ങളിൽ നിന്ന് ഗോപ്യമാക്കി വെച്ചുകൊണ്ട് ചെയ്യരുത്, മറിച്ച് ഗോപ്യമായി ചെയ്യുന്നതാണ് നിങ്ങളുടെ ആത്മാവിന് ഗുണപ്രദമെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ യജോദിതം നിങ്ങൾ സൽക്കർമ്മങ്ങൾ ഗോപ്യമായി ചെയ്യുക. എന്നാൽ പരസ്യമായി ചെയ്യുന്നതിൽ ജനങ്ങൾക്ക് നന്മയുണ്ടെന്ന് കണ്ടാൽ ചില കർമ്മങ്ങൾ പരസ്യമായും ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് 2 പ്രതിഫലം ലഭിക്കുന്നതാണ്. അങ്ങനെ ദുർബലരായ ആളുകൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ട് നന്മകൾ ചെയ്യുന്നതാണ്. പറയുന്നു, നിങ്ങൾ കേവലം വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കുകയല്ല, മറിച്ച് കർമ്മങ്ങൾ കൊണ്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുക. കാരണം എല്ലായിടത്തും വാക്കുകൾ പ്രയോജനപ്പെടാറില്ല, മറിച്ച് അധിക സ്ഥലങ്ങളുടെ മാതൃകകളാണ് പ്രഭാവം ഉണ്ടാക്കുക. ഞാൻ കേൾപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന സംഭവങ്ങൾ വിവരിക്കണമെന്ന് ആരും എന്നോട് പറയാറില്ല. ജനങ്ങൾക്ക് ഈ മാതൃകകൾ പ്രഭാവമുണ്ടാക്കട്ടെ എന്ന് കരുതി ഞാൻ സ്വയം അത് വിവരിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് ചില ആളുകൾ വിവരിക്കുകയാണെങ്കിൽ തങ്ങളുടെ പേര് പറയരുതെന്ന് എഴുതുന്നു. ഏതായിരുന്നാലും ഞാൻ ചില സംഭവങ്ങൾ സമർപ്പിക്കാം. ഈ സംഭവങ്ങളിൽ ഭാഗവാക്കായ ആളുകൾക്ക് അത് ഇരട്ടി പ്രതിഫലത്തിന് കാരണമായി തീരുമാറാകട്ടെ. ഒന്ന്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിനും മറ്റൊന്ന് അവരുടെ മാതൃകകളും സംഭവങ്ങളും മുഖേന മറ്റുള്ളവർക്ക് പ്രേരണ ഉണ്ടാകുന്നതും കൊണ്ട് അഥവാ ഉണ്ടായതുകൊണ്ടും ധനത്യാഗത്തിന്റെ ബോധമുണ്ടായതുകൊണ്ടും ബൈഅത്ത് ചെയ്ത ശേഷം ദൈവപ്രീതി കരസ്ഥമാക്കാൻ എങ്ങനെയാണ് ധനത്യാഗത്തിന് ആവേശമുണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് അൽബേനിയയിലെ മുബല്ലിഗ് സമദ് സാഹിബ് എഴുതുന്നു. ജൽസ സാലാന 2020 എൻ്റെ സമാപന പ്രഭാഷണം ഉണ്ടായിരുന്നു. ജൽസ സാലാനയുടെ പ്രഭാഷണം ദൈവാനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ നിർവഹിച്ചത്. അൽബാനിയക്കാരനായ ജാഫർ കോച്ചി സാഹിബ് ഈ പ്രസംഗം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൽ അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ച കാര്യവും അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു.
മുബല്ലി സാഹിബ് എഴുതുന്നു, ആഗസ്റ്റ് വരെയും അദ്ദേഹത്തിന് യാതൊരു വരുമാനവുമില്ലായിരുന്നു. ഒരിക്കൽ ജുമാക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, മറ്റ് അഹമ്മദി യുവാക്കൾ ചന്ത കൊടുക്കുന്നത് സംബന്ധിച്ച് എനിക്ക് വിശദീകരിച്ചു തന്നാലും. അങ്ങനെ അദ്ദേഹത്തിന് ചന്തകളെപ്പറ്റി പരിചയപ്പെടുത്തി. നേരത്തെയും പറഞ്ഞു കൊടുത്തിരുന്നതാണ്. തുടർന്ന് പറയുന്നു, ഈ മാസം അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് വാടകയ്ക്ക് പോയിട്ടുണ്ട്, വാടക കിട്ടിയിരിക്കുന്നു. ഈ ആദ്യത്തെ വരുമാനത്തിൽ നിന്ന് തോതനുസരിച്ചുള്ളതിനേക്കാളും എത്രയോ അധികം ചന്ത കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഹദ്റത്ത് അഖ്ദസ് മസീമദ് അലി ഇസ്ലാം പറഞ്ഞ തോതനുസരിച്ച് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന തുക തരീഖ് ജദീദിലും വഖഫ് ജദീദിലും ഇടുക. പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ധനത്യാഗം ചെയ്യുന്നവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള ഉദ്ദേശത്തിലാണ് ചന്ത നൽകിയത്. ദീനിനു വേണ്ടി ധനത്യാഗം ചെയ്യാൻ ഹദ്റത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ നിർദ്ദേശവും ദീനിനു വേണ്ടി ധനം ത്യാഗം ചെയ്യണമെന്ന് ഇസ്ലാമിൻ്റെ കൽപ്പനയാണെന്ന നീയത്തിലുമാണ് ചന്ത നൽകുന്നത്. ഇപ്പോൾ അദ്ദേഹം എല്ലാ മാസവും കൃത്യമായി ചന്ത നൽകുന്നുണ്ട്. ഭൗതികരായ ആളുകളുടെ ചിന്താഗതിയും ഒരു നിമിഷ നേരം കൊണ്ട് മാറിപ്പോകുന്നു. അർജന്റീനയിലെ മുബല്ലി സർവർ സാഹിബ് എഴുതുന്നു, അർജന്റീനയിൽ കൊറോണ വൈറസും പൊതുവിലുള്ള പണപ്പെരുപ്പവും കാരണം ജനങ്ങൾക്ക് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആയിട്ട് നവാഹ്മദികളോട് പറഞ്ഞു, ഇസ്ലാം കാര്യങ്ങളുടെ പ്രധാന സംഗതി സാമ്പത്തിക ത്യാഗവുമാണ്. അഹമ്മദി ജമാഅത്തിൽ ഈ ദൈവികൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നതിനുള്ളൊരു ശാഖ തരീഖ് ജദീദ് പദ്ധതിയാകുന്നു. അതേ തുടർന്ന് പ്രാദേശിക നവാഹ്മദികൾ തങ്ങളുടെ നല്ല രീതിയിൽ തങ്ങളുടെ നിലവാരമനുസരിച്ച് ത്യാഗങ്ങൾ ചെയ്യുകയുണ്ടായി. ഇതിൽ ഫാത്തിമ വേറോനിക്ക സാഹിബയ്ക്ക് അനിതര സാധാരണമായ ത്യാഗത്തിന് തൗഫീഖ് ലഭിക്കുകയുണ്ടായി. അവർ വിധവയാണ്. തൊഴിൽപരമായി വളരെ തുച്ഛമായ ശമ്പളമാണ് കിട്ടിയിരുന്നത്. എല്ലാ നവാഹമ്മദികൾക്കും പൊതുവിൽ തരീഖ് ജദീദിൻ്റെ വർഷം അവസാനിക്കാൻ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ എന്ന കാര്യം അറിയിപ്പ് നൽകി. അപ്പോൾ ഇവർ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. മുബല്ലി പറയുന്നു, അവർ സന്ദേശത്തിൽ പറയുന്നു, എനിക്കിപ്പോൾ കഴിവില്ല, എന്നാൽ ആവുന്ന അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുക അടയ്ക്കുന്നതാണ്. തങ്ങളെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും അവർ 5000 അർജന്റീൻ പോസോസ് അവർ തന്റെ നിലവാരമനുസരിച്ച് അടയ്ക്കുകയുണ്ടായി. മറിച്ച് അർജന്റീനയുടെ പൊതുവായ സാമ്പത്തിക അവസ്ഥയെ പരിഗണിച്ചാൽ ഇത് അനിതര സാധാരണമായ തുകയാകുന്നു. മുബല്ലി എഴുതുന്നു, അവരുടെ ഈ ആവേശം കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇതിൽ നന്ദി പറയാൻ എന്താണുള്ളത്? അവർ പറയുന്നു, ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. അതിൻ്റെ കൽപ്പനകളിൽ ഒന്ന് ദീനിനു വേണ്ടി ത്യാഗം വരിക്കുക എന്നതാകുന്നു. ഞാൻ എൻ്റെ ജോലി തിരക്ക് കാരണം സമയം ചെലവഴിക്കാനുള്ള ഒരു അഹമ്മദിയുടെ ഉത്തരവാദിത്വത്തോടെ അത് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന്റെ ജമാഅത്തിൽ പൂർണ്ണ ആത്മാർത്ഥതയോടെ ചേരുന്നവർക്കുള്ളിൽ അള്ളാഹുവിന്റെ തൃപ്തി എങ്ങനെ നേടാമെന്നത് സംബന്ധിച്ച് അള്ളാഹു ഉണ്ടാക്കിയ വിപ്ലവമാണിത്. അതിനുവേണ്ടി എങ്ങനെ ശ്രമിക്കണമെന്നും എങ്ങനെയാണ് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന്റെ ദൗത്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അവർ ചിന്തിക്കുന്നു. ഇന്തോനേഷ്യ ലോകത്തിൻ്റെ മറ്റൊരു അറ്റമാകുന്നു. ദ്വീപുകളാണ്. അവിടെയുള്ള അമീർ സാഹിബ് എഴുതുന്നു, ടങ്റിങ് പട്ടണത്തിൽ മർസീല എന്ന പേരിൽ ഒരു സ്ത്രീയുണ്ട്. അവർ പറയുന്നു, കൊറോണ കാരണം അവരുടെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു. അദ്ദേഹം കച്ചവടം തുടങ്ങിയെങ്കിലും ലാഭകരമായില്ല. തുടർന്ന് ഓൺലൈൻ മോട്ടോർ സൈക്കിൾ ടാക്സി ആരംഭിച്ചു. അതിലും നേരത്തെ പോലെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. എത്രത്തോളം എന്നാൽ അടുത്ത ദിവസം ഭക്ഷണത്തിന് എന്തെങ്കിലും കിട്ടുമോ എന്ന ചിന്ത പോലും ഉണ്ടായി. അവർ പറയുന്നു, റമദാനിൽ തരീഖ് ജദീദിന്റെ ചന്ത വാഗ്ദാനം മുഴുവനും കൊടുത്തു തീർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വാഗ്ദാനം പൂർത്തിയാക്കാൻ കഴിയുന്നതിന് ദുആ ചെയ്യണമെന്ന് മാത്രമാണ് ഭർത്താവ് എന്നോട് പറഞ്ഞിരുന്നത്. അവർ പറയുന്നു, റമദാനിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഒരാൾ എന്നോട് പറയുന്നു, നിങ്ങൾ എന്തോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ,
ഞാൻ പറഞ്ഞു, അതെ. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ വാഗ്ദാനം പൂർത്തിയാക്കുക. കണ്ണു തുറന്നപ്പോൾ താജ്ദിന്റെ സമയമായിരുന്നു. താജ്ദിന് ശേഷം അത്താഴവും കഴിക്കുമ്പോൾ ഞാൻ സ്വപ്നത്തെപ്പറ്റി ഭർത്താവിനോട് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഭർത്താവ് വളരെ സന്തോഷത്തോടെ വലിയൊരു സംഖ്യ തന്നിട്ട് പറഞ്ഞു, എത്രയും വേഗം തരീഖ് ചെയ്ത് ചന്ത കൊടുത്തു തീർക്കുക. എൻ്റെ ഭർത്താവ് ഓൺലൈൻ മോട്ടോർ സൈക്കിൾ ടാക്സിയുടെ ലാഭം 50,000 ഇന്തോനേഷ്യൻ രൂപ എടുക്കാൻ ബാങ്കിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ അതിനേക്കാളും 20 ഇരട്ടി തുക ഉള്ളതായിട്ടാണ് കാണുന്നത്. അവർ പറയുന്നു, ഈ പൈസ എവിടെ നിന്നാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, എന്നാൽ ഇത് അള്ളാഹുവിന് സഹായമാണെന്നും ഞങ്ങളുടെ നെയ്യത്ത് കണ്ടിട്ട് ഞങ്ങളോട് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് അള്ളാഹു ആകുലതയിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സഹായിക്കുന്നത്. ഇന്തോനേഷ്യയിലെ അമീർ സാഹിബ് പറയുന്നു, ലാംപോങ്കയിലെ ഒരു ഗ്രാമത്തിൽ നൂർ സാഹിബ എന്നൊരു അഹമ്മദി സ്ത്രീയുണ്ട്. അവർ ഭർത്താവിനോടൊപ്പം ഒരു എലിമെൻ്ററി സ്കൂളിലെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നു. അതിൽ അധികം ലാഭമൊന്നുമില്ല, പക്ഷേ ദൈനംദിന ആവശ്യങ്ങൾക്കും ചന്ത കൊടുക്കാനും അത് മതി. അവർ എല്ലാ മാസവും വളരെ താല്പര്യത്തോടെ ചന്ത അടയ്ക്കുന്നു. അവർ പറയുന്നു, കൊറോണ വൈറസ് കാരണം 2 മാസത്തേക്ക് സ്കൂൾ അടച്ചു, വരുമാനം നിലച്ചു. ചന്ത എങ്ങനെ അടയ്ക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയായി. അവരുടെ മക്കളുടെയും കയ്യിൽ ഒരു മണി ബോക്സ് ഉള്ള കാര്യം ഓർമ്മ വന്നു. അതിലവർ പൈസ ശേഖരിക്കാൻ തുടങ്ങി. കുണ്ടികയാണ്, അത് പൊളിച്ച് തരീഖ് വഖഫ് ചെയ്തിൽ അടയ്ക്കാം. അതിലവർ ശേഖരിച്ചിരുന്നു, അതിലിടുമായിരുന്നു. അവർ മക്കൾക്ക് ധനത്യാഗത്തിന് പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തു. മക്കളുടെ ആ തുക ചന്തയിൽ അടച്ചു. അവർ പറയുന്നു, റമദാന് മുമ്പ് വീട്ടിൽ ഒരു പാത്രം അരി മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് 2 മക്കൾക്ക് പോലും തികയുമായിരുന്നില്ല. പറയുന്നു, ഞാൻ കുട്ടികൾക്ക് വേണ്ടി പ്രാതൽ തയ്യാറാക്കി. അങ്ങനെ കുട്ടികൾ ചോറും വെള്ളവും കൊണ്ട് പ്രാതൽ കഴിച്ചു. അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഞങ്ങളോടൊപ്പം ചോറ് കഴിക്കാത്തത്? കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാതാപിതാക്കൾ ത്യാഗം ചെയ്തതാണ്. പുഞ്ചിരിക്കല്ലാതെ മറ്റ് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഉച്ച നേരെയപ്പോൾ മക്കൾക്ക് വിശക്കാൻ തുടങ്ങി. കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നത് ഒരു കുട്ടിക്ക് കൊടുത്തു. ഒരു കുട്ടിക്ക് മാത്രമേ തികയുമായിരുന്നു. 2ാമത്തെ കുട്ടിക്ക് വിശന്നപ്പോൾ അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ ദുആ ചെയ്യുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നമസ്കരിച്ച് നല്ലപോലെ ദുആ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സഹായം എത്തി. ഒരാൾ വന്നു. അയാൾക്ക് തൻ്റെ ചോളപ്പാടത്ത് പണി ചെയ്യാൻ ആളെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിന് ജോലി കിട്ടി. ഞങ്ങളുടെ ആവശ്യവും പൂർത്തിയായി. മാലിയിലെ മുബല്ലി ഹാഫിസ് അത്താഉൽ ഹലീം സാഹിബ് എഴുതുന്നു, 70 വയസ്സുള്ള താര താർഗോറെ അഹമ്മദി എല്ലാ മാസവും കൃത്യമായി ചന്ത കൊടുത്തിരുന്നു. നിസാമി വസീയത്തിലും ഭാഗമാക്കായിരുന്നു. ഈ ചന്ത കൊടുക്കാൻ 7 കിലോമീറ്റർ പരുക്കൻ വഴിയിലൂടെ വരണമായിരുന്നു. കുറച്ചു കാലം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ അടുത്ത ഗ്രാമത്തിലെ ചീഫ് പിടിച്ചെടുത്തു. അത് കാരണം അദ്ദേഹം ഏറെ പ്രയാസത്തിലായിരുന്നു. അദ്ദേഹം ദുആ ചെയ്യാൻ എനിക്കും കത്തയച്ചിരുന്നു. അദ്ദേഹം കൃത്യമായി കുറച്ച് ചന്തയിൽ കൃത്യമായി അടയ്ക്കാൻ തുടങ്ങി. അള്ളാഹു അനുഗ്രഹിച്ചു. നേരത്തെ അദ്ദേഹത്തിനെതിരെ വിധി പറഞ്ഞ ജഡ്ജി അദ്ദേഹത്തിന് അനുകൂലമായി വിധി പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഭൂമി തിരികെ ലഭിച്ചു. അത് അദ്ദേഹത്തിന് പ്രതീക്ഷയില്ലായിരുന്നു. കാരണം അതുകൊണ്ട് ഇന്ന് ഗ്രാമത്തിലെ ചീഫ് വലിയ ആളായിരുന്നു, നല്ല സ്വാധീനമുള്ള ആളുമായിരുന്നു. ജഡ്ജി ചീഫിനെതിരിൽ വിധി പറയുമെന്ന് ആർക്ക് ഊഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അദ്ദേഹം ഈ സംഭവം തന്നെ ഗ്രാമത്തിൽ മാത്രമല്ല റീജിയനിലെ സകല അഹമ്മദി മസ്ജിദിലും പോയി ദൈവിക സഹായത്തിൻ്റെ സംഭവം വിവരിക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ മറ്റാളുകളിലും വലിയ സ്വാധീനമുണ്ടായി. ഇങ്ങനെ അള്ളാഹു ഭയത്തെ സമാധാനത്തിലേക്ക് മാറ്റുന്നു. ഫ്രാൻസ് അമീർ സാഹിബ് എഴുതുന്നു, ഒരു സുഹൃത്ത് പറയുന്നു, ഞാൻ ഈ വർഷം എൻ്റെ തരീഖ് ചെയ്ത വാഗ്ദാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയാക്കി 1000 യൂറോ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ യാദൃച്ഛികമെന്ന് പറയട്ടെ, ലോക്ക്ഡൗൺ കാരണം വരുമാനം പൂർണ്ണമായും കുറഞ്ഞു. വാഗ്ദാനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രത്യക്ഷത്തിൽ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് കടവും എടുത്തിരുന്നു, അതും കൊടുത്തു വീട്ടേണ്ടതുണ്ട്. 1000 യൂറോ കൊടുക്കുന്നത് വളരെ പ്രയാസകരമായി തോന്നുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് മാത്രം ഈ ആഴ്ച എൻ്റെ മേധാവി ലോക്ക്ഡൗൺ കാലത്തെ സേവനവേതനമായി കൃത്യം എൻ്റെ വാഗ്ദാനപ്രകാരമുള്ള 1000 യൂറോ
ബോണസായി തന്നത് കിട്ടി. പറയുന്നു, ഇത് അള്ളാഹുൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹുസൂർ പറഞ്ഞതനുസരിച്ച് ഞാൻ വാഗ്ദാനം ചെയ്തതാണ്. അപ്പോൾ അള്ളാഹുൽ നിന്ന് തന്നെ അത് കിട്ടി. അല്ലാതെ ഈ പ്രയാസമുള്ള കാലത്ത് എൻ്റെ മേധാവി ഇത്രയധികം ബോണസ് നൽകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ലോക്ക്ഡൗണിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ വീണ്ടും ഇന്നു മുതൽ 4 ആഴ്ചത്തേക്ക് ലോക്ക്ഡൗൺ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് മസ്ജിദിലും നമസ്കാരക്കാർ ആരും തന്നെ എൻ്റെ മുന്നിലില്ല. അവർ സർക്കാർ പറഞ്ഞത് നിങ്ങൾക്ക് ഖുതുബ കൊടുക്കാം, ബാങ്ക് വിളിക്കുന്ന ആളല്ലാതെ മറ്റാരും ഉണ്ടാകരുത് എന്നാണ്. കാനഡയിൽ നിന്ന് ഒരു സിറിയൻ അഹമ്മദി എനിക്ക് എഴുതുന്നു. അതായത് സംഭവം വിവരിക്കേണ്ടി വന്നാൽ അതോടൊപ്പം തൻ്റെ പേര് വെളിപ്പെടുത്തരുത് എന്നും എഴുതിയിട്ടുണ്ട്. പറയുന്നു, ഇസ്ലാമാബാദിൽ പുതിയ കേന്ദ്രം ഉണ്ടാക്കിയതിലുള്ള ആശംസയായി തരീഖ് ജദീദിൽ ഈ സന്തോഷത്തിൻ്റെ ഭാഗമായി 5000 കനേഡിയൻ ഡോളർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പറയുന്നു, അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് വാഗ്ദാനം ചെയ്തത്. അന്ന് എൻ്റെ വരുമാനം $4 ആയിരുന്നു. പക്ഷേ നല്ല അവസ്ഥയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പുതിയ വാഹനം വാങ്ങി, ജോലിയും മാറി, തുടർന്ന് വരുമാനം വർദ്ധിച്ചു. എന്നാലും നല്ല അവസ്ഥയായിരുന്നിട്ടും ഒരുപാട് കൈയയച്ച് നൽകാനും 5000 എന്ന വാഗ്ദാനം പൂർത്തിയാക്കാനും ഉള്ള സമൃദ്ധി ഇല്ലായിരുന്നു. കാരണം ഞാൻ സിറിയയിലെ എൻ്റെ വീട്ടുകാർക്കും കുറച്ച് തുക അയച്ചിരുന്നു. അള്ളാഹുവേ, എൻ്റെ ചന്ത കൊടുത്തു വീട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമേ എന്ന് ഞാൻ എല്ലാ ദിവസവും ദുആ ചെയ്തിരുന്നു. പറയുന്നു, 2020 ജനുവരിയിൽ ഒരു അപകടം, ആക്സിഡന്റ് പറ്റി. ഒരു മാസം ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല. മാസം തോറുമുള്ള ചെലവിന് കടവും വാങ്ങേണ്ടി വന്നു. തുടർന്ന് കൊറോണ കാരണം സാമ്പത്തിക അവസ്ഥ കൂടുതൽ മോശമായി. ലോക്ക്ഡൗൺ ആയി. എത്രത്തോളം എന്നാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഭാര്യയും ഭർത്താവും ഏറ്റവും നിസ്സാരമായ ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് നിർബന്ധിതരുമായിരുന്നു. വർഷാവസാനത്തിന് മുമ്പ് വാഗ്ദാനവും പൂർത്തിയാക്കാൻ കഴിയണം. ഞങ്ങൾ പരിശ്രമിച്ചു, ദുആ ചെയ്തു. വർഷം തീരുന്നതിന് മുമ്പ് അല്ല, റംസാനിൽ പൂർണ്ണമായും കൊടുത്തു തീർക്കാനായിരുന്നു. എന്നാൽ അതെല്ലാം ഞങ്ങൾക്ക് സ്വപ്നമായി അനുഭവപ്പെടുകയായിരുന്നു. പറയുന്നു, തുടർന്ന് ഞാൻ ടാക്സി ജോലി ഉപയോഗിച്ച് ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന ജോലി ആരംഭിച്ചു. അല്ലാതെ അനുഗ്രഹത്താൽ അവസ്ഥകൾ മെച്ചപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറച്ച് തീരുമാനമെടുക്കുകയും റംസാൻ തീരുന്നതിന് മുമ്പേ വാഗ്ദാനം പൂർത്തിയാക്കാൻ ശപഥം ചെയ്യുകയും ഉണ്ടായി. അങ്ങനെ കാലത്തിന്റെ ഖലീഫയുടെ ദുആകളും ലഭിക്കുമല്ലോ. തുടർന്ന് പറയുന്നു, ജോലി സമയം വർദ്ധിപ്പിച്ച് എല്ലാ ദിവസവും 11-12 മണിക്കൂർ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് അറിയാത്ത ഇടങ്ങളിൽ നിന്ന് പോലും വരുമാനം വന്നു തുടങ്ങി. എൻ്റെ വരുമാനം $9000 അങ്ങനെ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹത്താൽ റംസാൻ തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പേ തന്നെ വാഗ്ദാനം പൂർത്തിയാക്കി. തുടർന്ന് എഴുതുന്നു, എൻ്റെ വാഗ്ദാനം ഇതിനേക്കാൾ 3 ഇരട്ടി കൂടുതലാണെങ്കിൽ പോലും വർഷം അവസാനിക്കുന്നതിന് മുമ്പേ അത് കൊടുത്തു തീർക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഉറപ്പുണ്ട്. സിറിയയിലുള്ള കുടുംബക്കാർക്കും അദ്ദേഹം സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. സിറാലിയോൺ അമീർ സാഹിബ് എഴുതുന്നു, അവിടെയുള്ള ഉസ്മാൻ സാഹിബ് ഫ്രീ ടൗണിലെ ഒരു ജമാഅത്തിൽ ഇമാമാകുന്നു. അദ്ദേഹം വിവരിക്കുന്നു, ഞങ്ങൾ എല്ലാ വർഷവും തരീഖ് ജദീദ് ചന്ത കൊടുക്കാറുണ്ട്. പക്ഷേ തങ്ങൾ കൊടുക്കുന്ന ചന്ത വളരെ നിസ്സാരമാണെന്നാണ് ഞങ്ങൾക്ക് ഈ വർഷം തോന്നിയത്. പറയുന്നു, അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഒരു വരുമാനവുമില്ല. വീട്ടുകാര്യങ്ങൾ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് നീങ്ങുന്നത്. കൂടെ തരീഖ് ചെയ്ത് കൊടുക്കണമെന്ന് വിളംബരം കേൾക്കാൻ എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു ക്യാഷ് ബോക്സ് ഉണ്ടാക്കാം, എല്ലാ ദിവസവും കുറച്ച് അതിൽ ഇടാം. ഒക്ടോബർ അവസാനം അതിൽ സ്വരുക്കൂട്ടുന്നത് മുഴുവനും തരീഖ് ജദീദിൽ കൊടുക്കാം.
കഴിഞ്ഞ വർഷം വരെ ഞാൻ 20,000 ലിയോണിൽ കൂടുതൽ കൊടുത്തിട്ടില്ല. പറയുന്നു, എനിക്ക് ഈ വർഷം അള്ളാഹിന്റെ അനുഗ്രഹത്താൽ ഈ മാർഗത്തിലൂടെ ഞങ്ങൾ 2 ലക്ഷം ലിയോണിലധികം കൊടുക്കുകയുണ്ടായി. എൻ്റെ മറ്റ് സഹോദരങ്ങൾ ഈ മാർഗം അവലംബിച്ചിട്ടുണ്ട്. അവരും 1,30,000 ലിയോൺ അടയ്ക്കുകയുണ്ടായി. പറയുന്നു, ഇങ്ങനെ ചെയ്യുന്നതിൽ ഈ വർഷം ഞങ്ങളുടെ നല്ല രീതിയിൽ സാമ്പത്തികം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചതിലും അങ്ങനെ ത്യാഗനിലവാരം നന്നാക്കാൻ കഴിഞ്ഞതിലും എൻ്റെ ഭാര്യ പ്രത്യേകിച്ച് സന്തോഷവതിയാണ്. അള്ളാഹിന്റെ അനുഗ്രഹത്താൽ വരുമാനത്തിന് വർധനമുണ്ടായി. അള്ളാഹു ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ഈ രീതി ഞങ്ങൾ തുടരുന്നതാണ്. അമേരിക്കയിൽ നിന്നും വളരെ ദൂരെയുള്ള ഒരു പ്രദേശമാണ് മാർഷൽ ഐലൻഡ്. ഇവിടെയുള്ള മുബല്ലിഗ് സാജിദ് ഇക്ബാൽ സാഹിബ് എഴുതുന്നു, മാർഷൽ ഐലൻഡിൽ നാസിർ ക്യൂഷി ആക്കൺ സാഹിബ് എന്നൊരാളുണ്ട്. നടപ്പോഷം തരിക്ക് ചന്തകളുടെ വാഗ്ദാനം എടുക്കാൻ തുടങ്ങിയപ്പോൾ ക്യൂഷി സാഹിബ് പറഞ്ഞു, എനിക്ക് ജോലിയൊന്നുമില്ല, താമസിക്കാനും ഇടമില്ല, ഭക്ഷണത്തിന് പോലും ജമാഅത്തിൽ ലങ്കറിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അത് കേട്ടപ്പോൾ കുറച്ചു കാലം മസ്ജിദിൽ താമസിക്കാൻ ഞങ്ങൾ അനുമതി കൊടുത്തു. അതോടൊപ്പം തന്നെ നിസ്സാര തുകയാണെങ്കിലും എന്തെങ്കിലും വാഗ്ദാനം എഴുതിക്കാനും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ദുആ ചെയ്യാനും പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം $2 വാഗ്ദാനം എഴുതിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മിഷൻ ഹൗസിലെത്തി. $50 തരീഖ് ജദീദ് നൽകി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു എൻ്റെ ദുആ കേട്ടിരിക്കുന്നു, എനിക്ക് ജോലി ലഭിക്കുകയും താമസത്തിന് അപ്പാർട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഭക്ഷണത്തിന് സ്വയം സംവിധാനം ചെയ്തിരിക്കുന്നു. ഈമാൻ ദൃഢീകരിക്കാൻ അള്ളാഹു എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കുക. ഈ മാർഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ മുബല്ലിഗ്മാർ പോലും ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. ഗാംബിയ ജമാഅത്ത് അമീർ സാഹിബ് എഴുതുന്നു, ബസ എന്ന സ്ഥലത്ത് തരീഖ് സംബന്ധമായി പ്രോഗ്രാം നടത്തിയിരുന്നു. വാഗ്ദാനങ്ങൾ അടയ്ക്കുന്നത് സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തിയിരുന്നു. ഈ പ്രോഗ്രാമിൽ മൂസ സാഹിബും പങ്കെടുത്തിരുന്നു. ചന്തയിൽ കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ അസ്വസ്ഥനായിരുന്നു. താജ്യത്തിലും എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിൽ ഭാഗമാക്കാൻ കഴിയുന്നതിന് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് ഹൃദയാഭിലാഷം സ്വീകരിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ അദ്ദേഹം കോൺട്രാക്ട് ജോലി ചെയ്തിരുന്ന കമ്പനി പറഞ്ഞു, അവർ ബസ എന്ന സ്ഥലത്ത് 2 സ്ഥലത്ത് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അതിൽ പങ്കെടുക്കണം. വേതനമായി അവർ $4,000 നൽകുന്നതാണ്. അദ്ദേഹം വളരെ സന്തോഷിക്കുകയും അത് 2 ദിവസത്തെ പ്രോഗ്രാം പങ്കെടുത്തതിന് ശേഷം തൻ്റെ വാഗ്ദാനം വർദ്ധിപ്പിച്ച് $2,000 ആക്കുകയും ചെയ്തു. ചന്ത കൊടുക്കുന്നതിന് അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ വഴികൾ ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം മറ്റ് അഹമ്മദികളെയും തരീഖിന്റെ പ്രാധാന്യവും സാമ്പത്തിക ത്യാഗത്തിന് ആഹ്വാനവും ചെയ്യുന്നു. ഫിലിപ്പൈനിലെ ജമാഅത്ത് സദറും മുറബിയുമായ തൽഹ അലി സാഹിബ് പറയുന്നു, ഫിലിപ്പൈനിലെ പഴയ ജമാഅത്തുകളിലൊന്നാണ് സേമാനോൾ ജമാഅത്ത്. ഇവിടെ അധിക പേരും അധ്യാപന ജോലി ചെയ്യുന്നവരാണ്. ഈ ജമാഅത്തിലെ സദർ സാഹിബ് ടാർഗറ്റിനേക്കാളും അധികം പിരിച്ചെടുത്ത ശേഷം എനിക്ക് മെസ്സേജ് തന്നുകൊണ്ട് പറഞ്ഞു, 3 അധ്യാപകരെ പ്രത്യേകമായും ദുആയിൽ ഓർക്കണം. അവർക്ക് മാർച്ച് മുതൽ ശമ്പളം കിട്ടിയിട്ടില്ല. എന്നിട്ടും അവർ 3 പേരും തരീഖ് ചന്തയിൽ കാര്യക്ഷമമായി ഭാഗമാക്കായിരിക്കുന്നു. ദൈവപ്രീതി കരസ്ഥമാക്കാൻ ത്യാഗം ചെയ്യുന്നതും വിദൂര സ്ഥലങ്ങളിൽ ജനങ്ങളും എങ്ങനെയാണ് ത്യാഗം ചെയ്യുന്നതെന്നും നോക്കുക. കബാബീറിലെ മുബല്ലി ശംസുദ്ദീൻ സാഹിബ് എഴുതുന്നു, അൽ ഖലീൽ ഫലസ്തീനിലെ പുതിയൊരു ജമാഅത്താകുന്നു. ഇവിടെയുള്ള അധികം അഹമ്മദികളുടെയും സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ എല്ലാവരും തരീഖ് രീതിയിൽ ഭാഗമാക്കായിട്ടുണ്ട്. ഇബ്രാഹിം സാഹിബ് അൽ ഖലീൽ എന്ന സ്ഥലത്തെ ഒരു നവ അഹമ്മദിയാണ്. അദ്ദേഹം ബൈഅത്ത് ചെയ്ത് ഉടനെ തന്നെ സാമ്പത്തിക ത്യാഗത്തിൽ വളരെ ശുഷ്കാന്തിയോട് ഭാഗമാക്കായിരുന്നു. ഈ പ്രാവശ്യവും നല്ലൊരു തുക അദ്ദേഹം തരീഖ് ചെയ്തിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കടം തിരിച്ചു തരാനുണ്ടായിരുന്നു. എന്തോ കാരണത്താൽ കടം തിരികെ തരുന്നുണ്ടായിരുന്നില്ല. നീണ്ട കാലം കാത്തിരുന്നു. തരീഖ് ചെയ്തിന് ചന്ത കൊടുക്കാനുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുമുണ്ട്. കിട്ടാനുള്ള തുകയെ സംബന്ധിച്ച് പ്രതീക്ഷയുമില്ല. ഏതായാലും അമീർ സാഹിബിനെ സന്ദർശിച്ച് ചില ഏർപ്പാടുകൾ ചെയ്തുകൊണ്ട് ഞാൻ തരീഖ് ജദീദ് ചന്ത കൊടുത്തു. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അമീർ സാഹിബ് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തരീഖ് ജദീദ് ചന്ത കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ്. അങ്ങനെ അമീർ സാഹിബ് പോയ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ
കടം തിരിച്ചു ചെയ്യാനുള്ള ആൾ വന്ന് എൻ്റെ പൈസ വന്നു. എൻ്റെ എല്ലാ പ്രയാസങ്ങളും അകലുകയും ചെയ്തു. ജർമ്മനിയിലെ വേസ് ബാദൻ എന്ന സുഹൃത്ത് ജമാഅത്ത് തരീഖ് ജദീദ് ഓഫീസിൽ എത്തി പറഞ്ഞു, എൻ്റെ അസൈലം കേസ് കൈകാര്യം ചെയ്യുന്ന ജഡ്ജ് കേസ് പാസാക്കാൻ സമ്മതിക്കാത്ത ആളായിരുന്നു. തരീഖ് ജദീദിന്റെ പ്രോഗ്രാമിൽ വിശ്വാസവർദ്ധനുവിന്റെ സംഭവം കേട്ടപ്പോൾ 1000 യൂറോ തരീഖ് ജദീദിൽ കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അള്ളാഹുവായിട്ട് എൻ്റെ കേസ് ഈ ജഡ്ജിയിൽ നിന്ന് മാറ്റി മറ്റൊരു ജഡ്ജിന്റെ അടുക്കിലേക്ക് ആക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കേസ് അംഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വാഗ്ദാനം പൂർത്തിയാക്കാൻ വന്നതാണ്. അങ്ങനെ അദ്ദേഹം വാഗ്ദാനം ചെയ്ത അത്രയും തുക നൽകുകയുണ്ടായി. UK തരീഖ് ജദീദ് സെക്രട്ടറി പറയുന്നു, ബ്രിട്ടൻ ജമാഅത്തിലെ ഒരു സുഹൃത്തിന് ജോലിയൊന്നുമില്ലായിരുന്നു. തരീഖ് ജദീദ് ചന്ത കൊടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ഉചിതമായ ജോലി ലഭിച്ചു. ബ്രിട്ടൻ ജമാഅത്തിലെ മറ്റൊരു സുഹൃത്തിന് സാമ്പത്തിക പ്രയാസമുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം തരീഖ് ജദീദ് കൊടുത്തു. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹത്തിന് HMRL ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കഴിഞ്ഞ വർഷം നിങ്ങൾ കൂടുതൽ തുക അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കത്ത് കിട്ടുകയുണ്ടായി. ഈ തുക ചന്തയിൽ അടച്ച തുകയേക്കാൾ ഇത്രയധികമായിരുന്നു. ഒരു പ്രൊഫഷണൽ ജോലിയുള്ള ആൾക്ക് ജോലി സ്ഥലത്ത് പ്രയാസമുണ്ടായിരുന്നു. ആരൊരാൾ അനാവശ്യമായി പരാതി കൊടുത്തായിരുന്നു. അദ്ദേഹം തരീഖ് ജദീദ് ചന്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് പരാതിക്കാരനെ അവർ പുറത്താക്കുകയുണ്ടായി. അതായത് പരാതി കൊടുത്ത ആളെ തന്നെ പുറത്താക്കി. ഒരു സുഹൃത്തിൻ്റെ കാർ കുഴിയിൽ വീണു പോവുകയുണ്ടായി. ഇത് സുരക്ഷിതമായി പുറത്തെത്തിയാൽ തരീഖ് ജദീദ് ചന്ത കൊടുക്കാമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ കാർ യാതൊരു പരുക്കുമില്ലാതെ പുറത്തെത്തിക്കുകയും അദ്ദേഹം ഒരാഴ്ചയിലെ വരുമാനം തരീഖ് ജദീദ് ചന്ത കൊടുക്കുകയും ചെയ്തു. ഒരു കുട്ടി തൻ്റെ 6 മാസത്തെ പോക്കറ്റ് മണി തരീഖ് ജദീദ് നൽകുകയുണ്ടായി. കുട്ടികളുടെ ധനത്യാഗത്തിൽ മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സുഹൃത്ത് അവധിക്ക് പോകാൻ തുക സ്വരൂപിച്ചു വെച്ചിരുന്നു. ഈ തുക മുഴുവനും തരീഖ് ജദീദ് ചന്തയിൽ കൊടുക്കുകയുണ്ടായി. ബാർക്കിംഗ് ഡൺഹമിലെ സദർ ജമാഅത്ത് പറയുന്നു, ഇപ്രാവശ്യവും സ്വന്തം കീശയിൽ നിന്ന് അധിക തുക നൽകിയിട്ടാണെങ്കിലും തരീഖ് ജദീദ് ടാർഗറ്റ് പൂർത്തിയാക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ടാർഗറ്റിലെ കുറവ് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് നികത്തുകയുണ്ടായി. തുടർന്ന് അദ്ദേഹത്തിന് ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 70% അധികം ബോണസ് കിട്ടുമെന്ന് അറിയിപ്പ് ലഭിച്ചു. ഈ തുക ചന്തയിൽ കൊടുത്ത് തുകയേക്കാൾ എത്രയോ അധികമുണ്ടായിരുന്നു. കസാഖിസ്ഥാനിൽ നിന്ന് ലീന അബ്ദുറഹ്മാൻ ഓഫ് പറയുന്നു, ഞാൻ കൃത്യമായി ചന്താം ജസസാലാന വഖഫേദി തരീഖ് എന്നിവ കൊടുക്കുന്നുണ്ടായിരുന്നു. വിവിധ നാടുകളുടെ വിവിധതരം ആളുകളാണ്. ഈ ചന്തകളുടെ അനുഗ്രഹത്താൽ എൻ്റെ ഭാര്യയ്ക്ക് മെഡിക്കൽ കോളേജ് പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ സർക്കാർ പ്രോഗ്രാമിൽ ജോലി ലഭിച്ചു. സർക്കാർ കുട്ടികളുടെ സാമ്പത്തിനും താമസത്തിനും കടം അനുവദിച്ചു. കുട്ടികൾ നഴ്സറിയിൽ പഠിക്കുന്നു. ഇപ്പോൾ സാമ്പത്തിക അവസ്ഥ നേരത്തേതിനേക്കാളും എത്ര മെച്ചപ്പെട്ടിരിക്കുന്നു. എൻ്റെ കയ്യിൽ 2 വണ്ടികളുണ്ട്. ഇനി ഞാൻ സ്വന്തമായി വീടുണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇതെല്ലാം അല്ലാഹുവിൻ്റെ അനുഗ്രഹവും ചന്ത കൊടുത്തതിൻ്റെ ഫലവുമായിരുന്നു. നേരത്തെ ഞങ്ങൾ വാടക ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ചന്ത കൊടുത്തിരുന്നു. അത് കാരണം അല്ലാഹുവിൻ്റെ അനന്തമായ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഗിനി ബസാവിലെ മൊറബി മുഹമ്മദ് ഹസൻ സാഹിബ് എഴുതുന്നു, അഹമ്മദി സുഹൃത്തായ മുഹമ്മദ് ഇബ്രാഹിം സാഹിബ് പറയുന്നു, കഴിഞ്ഞ വർഷം തരീഖ് ജദീദ് വിളംബരം നടത്തിയപ്പോൾ വിളംബരം കേട്ട അന്നേ ദിവസം അദ്ദേഹം തൻ്റെ വാഗ്ദാനം എഴുതിച്ചു. ഖുത്ബ കേട്ടപ്പോൾ എല്ലാ മാസവും കൊടുക്കണമെന്ന് തീരുമാനിച്ചു. തുടർന്ന് അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്നാൽ കൊറോണ പകർച്ചവ്യാധിയുടെ കാലത്ത് വരുമാനം നിലച്ചു. അപ്പോൾ അസ്വസ്ഥതയായിരുന്നു. തരീഖ് ജദീദിന്റെ വർഷാവസാനം സമീപസ്ഥമായപ്പോൾ അസ്വസ്ഥത വീണ്ടും വർദ്ധിച്ചു. ഞാൻ ദുആയിൽ മുഴുകി. ഒരു ദിവസം രാവിലെ ഒരാളുടെ ഫോൺ വന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ബ്ലോക്ക് ഇഷ്ടിക ഉണ്ടാക്കാൻ അറിയുമോ? ഞാൻ ഉടൻ തന്നെ സമ്മതം അറിയിച്ചു. അങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജോലി ലഭിച്ചു. അതിലൂടെ അള്ളാഹു എൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കാനുള്ള വഴിയൊരുക്കി. ലോക്ക്ഡൗൺ കാരണം ഉണ്ടായ സാമ്പത്തിക ഞെരുക്കവും മാറ്റിത്തന്നു. ഇബ്രാഹിം സാഹിബ് പറയുന്നു, എല്ലാ അനുഗ്രഹവും കാലത്തിന് ഖലീഫയുടെ വിളിക്ക് ലബ്ബൈക്ക് പറഞ്ഞതുകൊണ്ടാണ് ലഭ്യമായത്. തൻസാനിയ അമീർ സാഹിബ് എഴുതുന്നു, റഞ്ച്ബാറിലെ മുബലിഗ് പറയുന്നു, ഹംന ബീബി സാഹിബ എന്ന അഹമ്മദി സ്ത്രീ തൻ്റെ ചുരുങ്ങിയ വരുമാനമായിട്ട് പോലും എല്ലാ വർഷവും ചന്തകൾ കൊടുക്കുന്നതിൽ പ്രഥമ സ്ഥാനീയയാണ്. ഈ വർഷവും റമദാനിൽ സാമ്പത്തിക ത്യാഗത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ ആ മാസം തന്നെ തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ അവർ എല്ലാ നിലയ്ക്കും ശ്രമിക്കുകയുണ്ടായി. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവരുടെ കയ്യിൽ തുക ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം എനിക്ക് സംബന്ധിച്ച് വളരെയേറെ ശക്തമായ അവബോധമുണ്ടായി. രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു, കാലത്തിന് ഖലീഫയുടെ ആഹ്വാനത്തിൽ ലബ്ബൈക്ക് പറയേണ്ട സമയമാണ്, പക്ഷെ ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. അങ്ങനെ അതേ ദിവസം രാവിലെ കുറേ കാലമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ്
അവരുടെ ഒരു ബന്ധുവിൻ്റെ ഫോൺ വന്നു. ആ ബന്ധു കുറച്ച് തുക ഉപഹാരമായി അയച്ചിരുന്നു. അതുകൊണ്ട് ചന്ത അയച്ചു തീർത്തു. അവർ പറയുന്നു, ചന്ത കൊടുക്കുന്നത് കൊണ്ട് എപ്പോഴും എൻ്റെ നാഥൻ എന്നോട് സ്നേഹത്തോടെയാണ് വർത്തിക്കുന്നത്, ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല. ഖാദിയാനിൽ നിന്ന് വക്കീൽ മാൽ സാഹിബ് എഴുതുന്നു, കേരളത്തിലെ ജമാഅത്ത് കേരളയിലെ ഒരു സുഹൃത്തിൻ്റെ തരിജ് ചന്ത 5 ലക്ഷം രൂപയായിരുന്നു. അദ്ദേഹം കുറച്ച് തുക തൻ്റെ ഫർണിച്ചർ ഫോം വാങ്ങുന്നതിന് വെച്ചിട്ടുണ്ടായിരുന്നു. തുക അടച്ചില്ലെങ്കിൽ ഫേമിൻ്റെ ജോലി നിർത്തേണ്ടി വരുമായിരുന്നു. എന്നാൽ അതേസമയം തരിജ് ചന്ത കൊടുക്കാനുള്ള ആഹ്വാനവും ഉണ്ടായി. അദ്ദേഹം ചന്തയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ആ തുക ചന്തയിൽ കൊടുത്തു. ഈ ആത്മാർത്ഥ നിയത്ത് കാരണം അള്ളാഹു അനുഗ്രഹം ചൊരിയുകയും കുറച്ച് സമയം കൊണ്ട് തന്നെ അഡ്വാൻസ് കൊടുക്കാൻ വെച്ച തുകയെക്കാളും അധികം തുക ആരോ ഒരാളിൽ നിന്ന് അക്കൗണ്ടിൽ വരികയും ചെയ്തു. പേയ്മെന്റിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ വരുത്തിച്ചു. അതേ തുടർന്ന് അദ്ദേഹത്തിന് വളരെ വലിയ തുകയ്ക്ക്, അതായത് എത്രയോ ലക്ഷം രൂപയുടെ പ്രൊജക്ട് ലഭിച്ചു. അങ്ങനെ തന്റെ വാഗ്ദാനത്തിന് പുറമെ ഒരു വലിയ തുക, ഏകദേശം 12 ലക്ഷം രൂപ തരീഖ് ഇതിൽ കൊടുക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് തന്നെ ഇൻസ്പെക്ടർ അബ്ദുൽ ബാസിദ് സാഹിബ് എഴുതുന്നു, കേരളത്തിലെ കൊച്ചിൻ ജമാഅത്തിൽ തരീഖ് ജദീദ് സംബന്ധിച്ച് മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൽ തരീഖ് ജദീദിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിച്ചിരുന്നു. തരീഖ് ജദീദിന്റെ ധനത്യാഗത്തിൽ ആവേശപൂർവ്വം പങ്കെടുക്കേണ്ടതിനെ പറ്റി ജമാഅത്ത് അംഗങ്ങളെ ഓർമ്മപ്പെടുത്തി. ജൽസയ്ക്ക് ശേഷം സദർ ജമാഅത്തിന്റെ വീട്ടിൽ പോയി. അപ്പോൾ സദർ സാഹിബിന്റെ മകൾ 8 വയസ്സുള്ള പ്രായം തൻ്റെ മണി ബോക്സ് ഹുണ്ടിക കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു, മൗലവി സാഹിബ് ഇതിലുള്ള തുക മുഴുവനും പൈസയും തരീഖ് ജദീദിലേക്ക് അടയ്ക്കണം. ആ സമയത്ത് അവളുടെ ബോക്സിൽ ഏകദേശം 864 രൂപയുണ്ടായിരുന്നു. അത് ആ കുട്ടി തരീഖ് ജദീദിന് സമർപ്പിച്ചു. അവളുടെ പിതാവ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ മകൾ ഒരു നീണ്ട കാലമായി ഈ തുക തരീഖ് ജദീദിൽ കൊടുക്കുന്നതിനെന്ന് നെയ്യത്തിൽ സ്വരുക്കൂട്ടുകയായിരുന്നു. ഞാൻ കടയിൽ നിന്ന് വരുമ്പോൾ പിതാവ് പറയുന്നു, എൻ്റെ പോക്കറ്റിലുള്ള എല്ലാ നാണയങ്ങളും എടുത്ത് സ്വരുക്കൂട്ടിയിരുന്നു. ആ നാണയങ്ങൾ എന്നോട് ചോദിച്ചു വാങ്ങുകയും തൻ്റെ ഹുണ്ടികയിൽ ഇടുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ കുട്ടി നിരവധി മാസങ്ങൾ കൊണ്ട് സ്വരൂപിച്ച തുക ചന്തയിൽ കൊടുത്തു. ഈ തിരിച്ചറിവാണ് അള്ളാഹു അഹമ്മദി കുട്ടികളിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ബയ്യത്ത് ചെയ്ത ശേഷം എങ്ങനെയാണ് ത്യാഗത്തിനുള്ള ചിന്ത ഉണ്ടാകുന്നത് എന്ന് സംബന്ധിച്ച് അൽബാനിയിലെ സബ സാഹിബ് എഴുതുന്നു, അൽബാനിയിലെ ഗ്രാമീണവാസിയായ ദാലിബ് ജഡ്ജി സാഹിബ് അവരുടെ പ്രാദേശിക അഹമ്മദിയായിരുന്നു. ഒരു ദിവസം ജുമാക്ക് ശേഷം കണ്ടു. അദ്ദേഹം പെൻഷനായിട്ടുണ്ട്. നിസ്സാര വരുമാനമാണെങ്കിലും കൃത്യമായി ചന്ത കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം വാഹനം പോലും ഇല്ലായിരുന്നു. സർക്കാർ ട്രാൻസ്പോർട്ടിലാണ് ജുമാക്ക് വന്നിരുന്നത്. ഇപ്പോഴുണ്ടായ പകർച്ചവ്യാധി കാരണം നീണ്ട കാലത്തിന് ശേഷമാണ് ജുമാക്ക് വന്നത്. ജുമാക്ക് ശേഷം പറഞ്ഞു, ഇത്രയും കാലം ചന്ത കൊടുക്കാത്തത് കൊണ്ട് മനസ്സിലെന്തോ വല്ലാത്ത ഒരു അനുഭവം, ഒരു തരം അനുഭവമാണ്. 8 മാസത്തെ ചന്തയും കയ്യിൽ കരുതിയിരുന്നു. ആ ചന്ത ആമിന് പുറമെ തരീഖ് ചന്തയും അടച്ചു. ഇങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. ഉദാഹരണമായി തൻസാനിയിലെ മുഅല്ലിം ഹുസൈൻ സാഹിബ് എഴുതുന്നു, ആത്മാർത്ഥനായ അഹമ്മദി സുഹൃത്ത് സാലി സാഹിബ് മട്ടുങ്ക വളരെ സന്തോഷത്തോടെ താല്പര്യപൂർവ്വം സാമ്പത്തിക ത്യാഗത്തിൽ ഭാഗമൊക്കെയായിട്ടുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് അദ്ദേഹം രോഗാതുരനായി. ചികിത്സിക്കാൻ അദ്ദേഹത്തിന് കയ്യിൽ പൈസ ഇല്ലായിരുന്നു. മാസാവസാനം അദ്ദേഹത്തിന് പെൻഷൻ തുക കിട്ടിയപ്പോൾ അദ്ദേഹം ഏറ്റവും ആദ്യം തരീഖ് വാഗ്ദാനം പൂർണ്ണമായും അടച്ചു. പറയുന്നു, ആദ്യം ചികിത്സ നടത്താനും പിന്നീട് ചന്ത കൊടുക്കാനും ഞാൻ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ ശിഫ നൽകുന്നവനാകുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതാണ്. പിന്നെ എൻ്റെ ചികിത്സ നടത്താം. ത്യാഗത്തിൻ്റെ നിലവാരം കൗതുകരമാകുന്നു. പുതുതായി ഭാഗവാക്കായ ആളുകളുടെ അവസ്ഥ കാണുമ്പോൾ അള്ളാഹു എങ്ങനെയാണ് അവർക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതെന്നും എങ്ങനെയാണ് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ബയ്യത്തിൽ വന്നതിന് ശേഷം വിപ്ലവമുണ്ടാകുന്ന കാര്യവും ആശ്ചര്യഭരിതമാണ്. ഗാംബിയയിലെ അമീർ സാഹിബ് എഴുതുന്നു, അവിടെ ഒരു സ്ഥലത്ത് തരീഖ് സംബന്ധിച്ചൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഇസ്ലാമിനു വേണ്ടി ജീവിതം അർപ്പണം ചെയ്യുന്നതും ലളിത ജീവിതം നയിക്കുന്നതും നിസ്സാര ജോലികൾ പോലും ചെയ്യുന്നതിൽ ലജ്ജിക്കേണ്ടതില്ലെന്ന് സംബന്ധിച്ചും ബോധവൽക്കരണം നടത്തിയിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാം ശേഷം ഇബ്രാഹിം സാഹിബ് എന്ന സുഹൃത്ത് പറഞ്ഞു, $1000 തരീഖ് ഇതിൽ കൊടുക്കുകയാണ്.
തുടർന്ന് പറഞ്ഞു, അദ്ദേഹം തൻ്റെ ഏക മകനെ വഖഫ് ചെയ്തത് മുറബിയാക്കാൻ വേണ്ടുന്നതാണ്. ഇപ്പോൾ മകൻ സെക്കൻഡറി സ്കൂളിലാണ്. അദ്ദേഹത്തിൻ്റെ ഇൻഷാ അല്ലാ മകൻ മുറബി ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഘാനയിലെ ആക്ര സോണിലെ ആദം സാഹിബ് ജനറൽ സെക്രട്ടറി എഴുതുന്നു, എനിക്ക് മേഖലാ സദർ സാഹിബ് 50 ഘാന സിറ്റിയുടെ തുക വാടകയായി തന്നിരുന്നു. ഞാൻ ആ തുക തരീഖ് ജദീദ് ചന്തയിൽ കൊടുത്തു. അടുത്ത ദിവസം രാവിലെ ഓഫീസറിനോടൊപ്പം എന്തോ ഒരു ആവശ്യത്തിന് പോയതാണ്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് പോവുക? ഞാൻ പറഞ്ഞു, ടാക്സിയിൽ പോകുന്നതാണ്. ഓഫീസർ എൻ്റെ ഫോൺ ചോദിച്ചിട്ട് പറഞ്ഞു, ഫോൺ ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹം 1000 സിറ്റി എനിക്ക് മൊബൈൽ മുഖേന അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 50 സിറ്റി ചിലവാക്കിയപ്പോൾ എനിക്ക് 1000 സിറ്റി ലഭിച്ചു. ചില സംഭവങ്ങളാണ് ഞാൻ കൽപ്പിച്ചത്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ എൻ്റെ പക്കലുണ്ട്. അള്ളാഹു ഈ ത്യാഗം ചെയ്തവരുടെ സമ്പത്തിലും ആളുകളിലും സീമാതീതമായ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഇനി ഈ ത്യാഗം ചെയ്തത് മൊത്തത്തിൽ എത്രയാണ് എന്നതിനെ കുറച്ച് വിശദീകരണം നൽകാം. എല്ലാ വർഷവും തരീഖിന്റെ വിളംബരത്തിൽ വിവരിക്കാറുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തരീഖിന് 86-ാം വർഷം ഒക്ടോബർ 31 അവസാനിച്ചു. 87-ാം വർഷം ആരംഭിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷം ആഗോള അഹമ്മദി ജമാഅത്തിന് തരീഖ് ജദീദ് സാമ്പത്തിക വ്യവസ്ഥിതിയിൽ 14.5 മില്യൺ, അതായത് 1,54,00,000, അതായത് 1,54,00,000 പൗണ്ട് ത്യാഗം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈ വരവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8,82,000 പൗണ്ട് അധികമാണ്. ഈ വർഷം ലോകത്തിലെ ജമാഅത്തുകളിൽ ജർമ്മനിയാണ് 1-ാം സ്ഥാനത്ത്. പാകിസ്ഥാനിലെ സാമ്പത്തിക രാഷ്ട്രീയ അവസ്ഥ അധോഗതിയിൽ നിന്ന് അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ ലോക ജമാഅത്തുകളുടെ താരതമ്യത്തിലില്ലെങ്കിലും പൊതുവെ തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക കറൻസിയിൽ ഒരുപാട് പുരോഗതിപ്പെടുകയും ത്യാഗം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സാമ്പത്തികവും രാഷ്ട്രീയവുമായി മോശം അവസ്ഥയുള്ള രാജ്യങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാക്കുകയും നന്മ വരുത്തുകയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ അവർക്ക് കൂടുതൽ ത്യാഗങ്ങൾ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായിരുന്നാലും ഇപ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയാണ്. 1-ാം സ്ഥാനത്ത് ജർമ്മനി, പിന്നെ ബ്രിട്ടൻ, തുടർന്ന് അമേരിക്ക. പുറത്തുള്ള ജമാഅത്തുകളിൽ ഇടയ്ക്ക് പാകിസ്ഥാനുമുണ്ട്. അമേരിക്ക 3-ാം സ്ഥാനത്താകുന്നു. പിന്നെ കാനഡ, തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യം, പിന്നെ ഭാരത്, തുടർന്ന് ആസ്ട്രേലിയ, ശേഷം ഇന്തോനേഷ്യ, പിന്നെ ഘാന, തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്ത്. ഘാനയും ആഫ്രിക്കയിലെ രാജ്യങ്ങളുടെ മത്സരത്തിൽ നിന്ന് പുറത്തു വന്ന് സാമ്പത്തിക ത്യാഗത്തിൽ ആഗോള മത്സരത്തിന്റെ ഭാഗമായിരിക്കുന്നു. ഇപ്പോൾ അത് അമേരിക്കയും യൂറോപ്പിനോടും മറ്റ് രാഷ്ട്രങ്ങളോടുമാണ് മത്സരിക്കുന്നത്. അതുപോലെ ആളാഹരി പിരിവിന്റെ അടിസ്ഥാനത്തിൽ സ്വിറ്റ്സർലാൻഡാണ് 1-ാം സ്ഥാനത്ത്. അതേപോലെ ആളോഹരി പിരിവിന്റെ അടിസ്ഥാനത്തിൽ സ്വിറ്റ്സർലാൻഡാണ് 1-ാം സ്ഥാനത്ത്. പിന്നെ അമേരിക്കയും തുടർന്ന് സിംഗപ്പൂരുമാകുന്നു. 3 ജമാഅത്തുകളാണിവ. മറ്റു വിവരങ്ങൾ തുടർന്ന് വരുന്നതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ മുന്നുള്ള ജമാഅത്തുകൾ 1-ാം സ്ഥാനത്ത് ഘാനയാകുന്നു. തുടർന്ന് നൈജീരിയ, ബുർക്കിന ഫാസോ, തൻസാനിയ, ഗാംബിയ, സിറാലിയോൺ എന്നിവയാകുന്നു. സിറാലിയൻ ജമാഅത്ത് വളരെ വലുതും പഴക്കവുമുള്ള ജമാഅത്തുമാകുന്നു. ഇവിടെ ഇവരുടെ അമീർ സാഹിബും ബന്ധപ്പെട്ട ഭാരവാഹികളും പരിശ്രമിക്കേണ്ടതാണ്. ധനത്യാഗത്തെപ്പറ്റി ശരിയായ നിലയിൽ ബോധവൽക്കരിച്ചാൽ ധനത്യാഗത്തിന് ജമാഅത്തിലെ അംഗങ്ങൾ തയ്യാറാണ്. അവർ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് ബെനിനാകുന്നു. ബെനിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നല്ല പോലെ ശ്രമിച്ചിട്ടുണ്ട്. നൈജീരിയയിലും ബെനിനിലും ആളോഹരി പിരിവിൽ വളരെ നല്ല വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ബെനിനിൽ 6 മടങ്ങ് വർധനമാണ് ആളോഹരി പിരിവിൽ പ്രാദേശിക കറൻസി അനുസരിച്ചുണ്ടായിട്ടുണ്ട്. നൈജീരിയയിൽ ചന്തയിൽ ഭാഗവാക്കാകുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും
8 മടങ്ങ് വർധനവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മൊത്തം തുക കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അത്ര തന്നെ ആയിരിക്കും. ഇതിൽ ഭാഗവക്കാരുടെ മൊത്തം എണ്ണം 16,800,000 ആകുന്നു. ഇതിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വർധനവുണ്ടാക്കിയ എടുത്തു പറയേണ്ട ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഘാനയാകുന്നു. പിന്നെ ബർക്കിനഫാസോ, തുടർന്ന് മാലി, സെനഗൽ, ഗാംബിയ, ഗാംഗോ കാൻഷസ, തൻസാനിയ, ലൈബീരിയ, കെനിയ, സെൻട്രൽ ആഫ്രിക്ക, സാവോ തോമെ, കാങ്കോ ബ്രാസ്വേൽ, സിംബാബ്വെ എന്നിവയാണ്. മറ്റ് വലിയ ജമാത്തുകളിൽ ബംഗ്ലാദേശ്, ജർമ്മനി, കാനഡ, ഭാരത്, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ചന്തദായകരിലും വളരെ വർധനമുണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ ലെഡ്ജറിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 5,927 പേരാണുള്ളത്. അതിൽ 33 പേരാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത്. അവർ സ്വയം തന്നെ ചന്ത കൊടുക്കുന്നു. 3,119 പേരുടെ ലെഡ്ജറുകൾ അവരുടെ പിന്തുടർച്ചാവകാശങ്ങൾ നിലനിർത്തുന്നു. ബാക്കി 2,775 പേരുടെ ജമാഅത്തിലെ ആത്മാർത്ഥരായ ആളുകൾ നിലനിർത്തിപ്പോരുന്നു. ജർമ്മനിയിലെ ആദ്യ 10 ജമാഅത്തുകൾ, ജർമ്മനിയാണ് ലോകത്തിലെ ഒന്നാം സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് അവരെ പറ്റിയുള്ള കണക്ക് ആദ്യം പറയാം. ജർമ്മനിയിലെ 10 ജമാഅത്തുകൾ ഇവയാകുന്നു: മഹദിയാബാദ്, റോഡ്മാർക്ക്, നോയിസ് നേത, കോളോൺ, പനബർഗ്, ഓസ്നബർഗ്, ഫോളിർസൈം, കീൽ, ഫ്രഞ്ച്ഹൈം. ലോക്കൽ ഇമാരത്തുകൾ ഹംബർഗ്, ഡട്സൺബർഗ്, ഫ്രാങ്ക്ഫർട്ട്, ഗ്രീസിഗ്രാവോ, മോർഫൽഡൻ, മിൻഹൈം, റെഡ്ഷഡ്, റൂസൽഹൈം, ഡാംഷഡ്. ഇതിനുശേഷം രണ്ടാം സ്ഥാനത്ത് ബ്രിട്ടനാകുന്നു. ബ്രിട്ടനിലെ ജമാഅത്തുകളുടെ സ്ഥാനം ഇപ്രകാരമാണ്: ബൈത്തുൽ ഫുത്തൂർ റീജൻ ഒന്നാം സ്ഥാനത്താണ്. തുടർന്ന് മസ്ജിദ് ഫദൽ റീജൻ, ഇസ്ലാമാബാദ് റീജൻ, മിഡ്ലാൻഡ് റീജൻ, ബൈത്തുൽ എഹ്സാൻ റീജൻ. മൊത്തം പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ 10 വലിയ ജമാഅത്തുകൾ: ഓർഡർഷാട്ട്, ഇസ്ലാമാബാദ്, മസ്ജിദ് ഫദൽ, വൂസ്റ്റർ പാർക്ക്, ബർമിംഗ്ഹാം സൗത്ത്, ജലിംഗ്ഹാം, പട്നി, സൗത്ത്, ബർമിംഗ്ഹാം വെസ്റ്റ്. മൊത്തം പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ 5 ചെറിയ ജമാഅത്തുകൾ: സ്പെയിൻ വയലിക്കായത്തിലെ 7 സീസ്, നോർത്ത് വെയിൽസ്, നോർത്ത് ഹാംപ്ടൺ. മൊത്തം പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അമേരിക്കയാണ്. ഞാൻ കരുതുന്നതിന് മുമ്പേ പാകിസ്ഥാന്റെ കാര്യങ്ങൾ വിവരിക്കാമെന്നാണ്. പാകിസ്ഥാനിലെ ജമാഅത്തുകളുടെ താരതമ്യം ഇങ്ങനെയാണ്: ഒന്നാം സ്ഥാനത്ത് ലാഹോർ, രണ്ടാം സ്ഥാനത്ത് റബുവ, കറാച്ചിയാണ് മൂന്നാം സ്ഥാനത്ത്. ജില്ലാ തലത്തിൽ ത്യാഗം ചെയ്തവരുടെ 10 ജമാഅത്തുകൾ, 10 ജില്ലകൾ: ഇസ്ലാമാബാദ്, സിയാൽകോട്ട്, ഗുജറാത്ത്, ഗുജറൻവാല, ഹൈദരാബാദ്, മീർപുർ ഖാസ്, ഫൈസലാബാദ്, ടോബ ടെക് സിംഗ്, ഉമർകോട്ട്, ചക്വാൽ, കോട്ട്ലി. ചക്വാലും കോട്ട്ലിയും വെവ്വേറെ ആകേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഒന്നിച്ചെഴുതിയതെന്നറിയില്ല. ഒരുപക്ഷെ രണ്ടും ഒരേ സ്ഥാനത്തായിരിക്കും. പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ത്യാഗം ചെയ്ത പാകിസ്ഥാനിലെ നഗര ജമാഅത്തുകൾ: ഡിഫൻസ് ലാഹോർ ഇമാരത്ത്, റാവൽപിണ്ടി ടൗൺ ഇമാരത്ത്, ഡർഗ് ഡോർ കറാച്ചി ഇമാരത്ത്, ലാഹോർ മുഗൾപുര ഇമാരത്ത്, ലാഹോർ ടൗൺഷിപ്പ് ഇമാരത്ത്, കറാച്ചി അസീസാബാദ് ഇമാരത്ത്, കറാച്ചി ഗുൽനാബാദ് ഇമാരത്ത്, പിഷാവർ, ക്വറ്റ, ലാഹോർ, ദില്ലി ഗേറ്റ് ഇമാരത്ത്. അമേരിക്കയിലെ ജമാഅത്തുകൾ: മേരിലൻഡാണ് ഒന്നാം സ്ഥാനത്ത്. തുടർന്ന് ലോസ് ഏഞ്ചൽസ്, സിലിക്കോൺ വാലി, സെൻട്രൽ വെർജിന, സിയാറ്റൽ, ഓഷ്കോഷ്, ഡെട്രോയിറ്റ്, ചിക്കാഗോ, സൗത്ത് വെർജിന, അറ്റ്ലാന്റ, ബൂസ്റ്റൺ. പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ കനഡയിലെ ലോക്കൽ ഇമാരത്തുകൾ: വോൺ, പീസ് വില്ലേജ്, കാലിഗരി, വാങ്കോവർ, ടൊറന്റോ വെസ്റ്റ്, മിസിസാഗ, ബ്രംപ്ടൺ ഈസ്റ്റ്, സസ്കട്ടോൺ, ടൊറന്റോ. കാനഡയിലെ ചെറിയ ജമാഅത്തുകൾ: ബ്രെഡ്ഫോർട്ട്, ഹേമിൽട്ടൺ, മൗണ്ടൻ, അഡ്മിൻറ്റൺ വെസ്റ്റ്, റെജൈന, ഹേമിൽട്ടൺ ഈസ്റ്റ്.
ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൽ ആദ്യത്തെ 10 ജമാഅത്തുകൾ ഒന്നാം സ്ഥാനത്ത് കോയമ്പത്തൂർ ആകുന്നു. തുടർന്ന് കേരളായി, കാദിയാൻ, പത്തപ്പിരിയം, ഹൈദരാബാദ്, കണ്ണൂർ ടൗൺ, കൊൽക്കത്ത, കാലിക്കറ്റ്, ബാംഗ്ലൂർ, മാത്തോട്ടം. ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ കേരളം ഒന്നാം സ്ഥാനത്താകുന്നു. തുടർന്ന് തമിഴ്നാട്, കർണാടകം, കശ്മീർ, ജമ്മു കാശ്മീർ, തെലങ്കാന, പഞ്ചാബ്, ഒഡീഷ, ബംഗാൾ, ഡൽഹി, മഹാരാഷ്ട്ര. ആസ്ട്രേലിയയിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ മെൽബൺ, ലോങ്വാറൻ, ഹാസൽകിൽ, മൽബറൻ, ബെറൂക്ക്, മാർജൻസൺ പാർക്ക്, എഡ്ലൈറ്റ് സൗത്ത്, പെൻറത്ത്, ACT കാൻബറ, എഡ്ലൈഡ് വെസ്റ്റ്, മോട്ട് ഡെറോച്ച്, പേരമാട്ട. ഇതാണ് ജമാഅത്തുകളുടെ താരതമ്യം. അള്ളാഹു ഇവരുടെ സമ്പത്തിലും ആളുകളിലും സീമാതീതമായ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അവരുടെ ത്യാഗങ്ങൾ സ്വീകരിക്കട്ടെ. ഇതിനുശേഷം ഇതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്നതുപോലെ താരിഖ് ജദീദിന്റെ 87-ാം വർഷം ആരംഭിച്ചതായി വിളംബരപ്പെടുത്തിക്കൊള്ളുന്നു. അത് നവംബർ 1 മുതൽ ഇൻഷാല്ലാ ആരംഭിച്ചിരിക്കുന്നു. ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് ദുആകളുടെ ആവശ്യമുണ്ട്. ദുആകളിലേക്ക് ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടി, ജമാഅത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. മുസ്ലിങ്ങൾക്ക് വേണ്ടിയും പൊതുവിൽ ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇന്ന് മുസ്ലിങ്ങൾക്കെതിരിൽ അമുസ്ലിം ലോകത്തിലെ ചില രാജ്യങ്ങളുടെ നേതാക്കന്മാർ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വികാരമാണ് വെച്ചു പുലർത്തുന്നത്. നേതാക്കന്മാർ ജനാധിപത്യത്തിൻ്റെ ഈ കാലത്ത് പൊതുജനങ്ങളെ ദൈവമാണെന്ന് കരുതി അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ പ്രസ്താവനയും പോളിസിയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ സ്വയമേവ ചിലപ്പോൾ തെറ്റായ മാർഗനിർദ്ദേശം നൽകി ദൈവമല്ല നിങ്ങളാണ് എല്ലാം എന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. വ്യക്തമായി പറയുന്നില്ലെങ്കിൽ കൂടി അവരുടെ ഹൃദയങ്ങളിൽ വെറുപ്പും മുൻകരുതലുമാണുള്ളത്. പൊതുജനങ്ങളിൽ വലിയൊരു ഭാഗം ഇസ്ലാമിനെ പറ്റി ശരിയായ അവബോധം ഇല്ലാത്തതിനാൽ മുസ്ലിങ്ങൾക്കെതിരാകുന്നു. ഏതായിരുന്നാലും ദുആയും പരിശ്രമവും മുഖേന ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞ ദിവസം തുറന്ന നിലയിൽ ഒരു പാശ്ചാത്യ നേതാവിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു. പൊതുവിൽ ഇങ്ങനെ വരാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ വാക്കുകൾ പൊതിഞ്ഞു വെച്ചുകൊണ്ട് രാഷ്ട്രീയപരമായി പ്രസ്താവനകൾ വരുന്നു. അല്ലെങ്കിൽ അങ്ങനെ വളച്ചു തിരിച്ച വാക്കുകളിൽ പറയുന്നു. എന്നാൽ തുറന്ന നിലയിൽ വന്ന പ്രസ്താവന ഫ്രാൻസ് പ്രസിഡന്റിൻ്റെതാണ്. അയാൾ ഇസ്ലാമിനെ പ്രതിസന്ധിയുടെ ഇരയായ മതമാണെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പ്രതിസന്ധിയുടെ മതമുണ്ടെങ്കിൽ അയാളുടെ സ്വന്തം മതമാകുന്നു. ഒന്നാമതായി അവർ ഒരു മതത്തെയും അംഗീകരിക്കുന്നേയില്ല, ക്രിസ്തു മതത്തെയും മറന്നിരിക്കുന്നു. അതാണ് പ്രതിസന്ധിയുടെ മതം. ഇസ്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ജീവൽ മതമാകുന്നു. വളരുകയും പുഷ്പിക്കുകയും ചെയ്യുന്ന മതമാകുന്നു. അത് വളരുകയും പുഷ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു താൻ തന്നെ എല്ലാ കാലത്തും അതിന് സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഇക്കാലഘട്ടത്തിൽ ഹദ്റത്ത് വഖ്ദത്ത് മസീഹ് മൗഊദ് ഇസ്ലാം മുഖേന അതിൻ്റെ പ്രചാരണം ലോകത്തിൻ്റെ കോണുകളോളം പരന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമില്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് ഇസ്ലാം വിരുദ്ധ ശക്തികളും ആളുകളും ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. ഇവിടെ ഞാൻ കനേഡിയൻ പ്രധാനമന്ത്രി ഏതായാലും ശ്ലാഘിച്ച് പറയുന്നതാണ്. അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രസ്താവനയെ തുടർന്ന് നല്ലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അതായത് ഇതെല്ലാം തെറ്റാകുന്നു, ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല, പരസ്പരം മതവികാരത്തെയും നേതാക്കന്മാരെയും പരിഗണിക്കേണ്ടതാണ്. ലോകത്തിലെ മറ്റ് നേതാക്കന്മാരും കരുണ പ്രധാനമന്ത്രിയുടേതുപോലുള്ള ചിന്തയും പ്രസ്താവനയും സംബന്ധിച്ച് അല്പമെങ്കിലും ചിന്തിച്ചു നോക്കുകയും ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഏതായിരുന്നാലും കനഡ പ്രധാനമന്ത്രി ഈ നിലയ്ക്ക് അഭിനന്ദനാർഹനാകുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹൃദയം കൂടുതൽ വിശാലമാക്കാൻ നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. മുസ്ലിങ്ങൾക്ക് ഐക്യമില്ല എന്നത് ഒരു പരമാർത്ഥമാണ്.
അത് കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഓരോ രാജ്യവും മറ്റൊന്നിന് എതിരാകുന്നു. കക്ഷിപ്പിരിവുകൾ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പാണെന്ന് ലോകത്തിന് വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നു. മുസ്ലിങ്ങൾ ഒന്നാണെന്നും ഒരു ദൈവത്തെയും പ്രവാചകനെയും അംഗീകരിക്കുന്നവരാണെന്നും അതിനുവേണ്ടി ത്യാഗം ചെയ്യാൻ അറിയുന്നവരാണെന്നും ലോകത്തിന് മനസ്സിലായാൽ അമുസ്ലിങ്ങൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു. ഒരിക്കലും പത്രങ്ങൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാർട്ടൂൺ വരയ്ക്കാൻ ധൈര്യം വരില്ലായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡെൻമാർക്കിലും ഫ്രാൻസിലും കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചപ്പോൾ നൈമിഷികമായി ഒച്ചപ്പാടുണ്ടാക്കുകയും അവരുടെ സാധനങ്ങൾ ബഹിഷ്കരിക്കാനും വാങ്ങാതിരിക്കാനും വിളംബരപ്പെടുത്തിയ ശേഷം പിന്നെ കുറച്ച് മാസങ്ങൾക്കകം നിശബ്ദരായിരുന്നു. ഒന്നും തന്നെ ഉണ്ടായില്ല. ആ സമയത്ത് മുഹമ്മദ് ജമാഅത്ത് മാത്രമാണ് ശരിയായ നിലയിൽ പ്രതികരിച്ചത്. അവർക്ക് മുന്നിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായ ചരിത്രം സമർപ്പിച്ചു. അതിന് അന്യരും വിദ്യാസമ്പന്നരും നേതാക്കന്മാരും സാധാരണക്കാരും ശ്ലാഘിച്ചിരുന്നു. അതിഷ്ടപ്പെടുകയും ചെയ്തു. അത് തന്നെയാണ് ഇന്നും നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നു, ഏതാനും തലതിരിഞ്ഞ ആളുകളുടെ ചെയ്തികൾക്ക് ഇസ്ലാമിൻ്റെ പേര് നൽകരുത്. ഒരു രാജ്യത്തിലെയും പ്രസിഡന്റ് ഏതെങ്കിലും വ്യക്തിയുടെ ദുഷ്ചെയ്തി ഇസ്ലാമിൻ്റെ പാഠമാണെന്നും മുസ്ലിങ്ങളുടെ പ്രതിസന്ധി എന്നും പറഞ്ഞ് തങ്ങളുടെ ജനങ്ങളെ ഇളക്കിവിടാനും അവർ തങ്ങൾക്കെതിരിൽ യുദ്ധത്തിലാണെന്നും തങ്ങൾ യുദ്ധം തുടരുമെന്നും പറയാൻ പാടില്ലാത്തതാണ്. അയാളെ തെറ്റായ നിലയിൽ പ്രേരിപ്പിക്കുന്നവരും ഇവർ തന്നെയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നത് പോലെ കാർട്ടൂണുകൾ ഉണ്ടാക്കി ഏതെങ്കിലും വിധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവഹേളിക്കുന്നത് ആത്മാഭിമാനമുള്ള ഒരു മുസ്ലിമിനും സഹിക്കാൻ കഴിയില്ല. ഏതെങ്കിലും മുസ്ലിങ്ങളുടെ വികാരത്തെ അത് ഇളക്കിവിടാൻ സാധ്യതയുണ്ട്. അത് ഇളക്കിവിടുന്നുമുണ്ട്. അങ്ങനെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തുകയും ആരെങ്കിലും നിയമം കയ്യിലെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഈ അമുസ്ലിം ലോകം തന്നെയാണ്, ഭരണകൂടങ്ങളാണ്. അതല്ലെങ്കിൽ നാമമാത്ര സ്വാതന്ത്ര്യമാകുന്നു. അതിന് ഫ്രീഡം എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേര് നൽകപ്പെടുന്നു. ഏതായിരുന്നാലും അമുസ്ലിം ലോകം അവരുടെ വികാരങ്ങൾ ഇളക്കിവിടുന്നു. ഞാൻ ഈ പ്രശ്നമുണ്ടായ ആദ്യ സമയത്തും ഖുതുബകളുടെ പരമ്പരയിലൂടെ നമ്മൾ എങ്ങനെയാണ് ശരിയായി പ്രതികരിക്കേണ്ടതെന്നും എന്താണ് വ്യക്തമാക്കേണ്ടതെന്നും വിശദീകരിച്ചിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ നല്ല പ്രഭാവവും ജനങ്ങൾക്കിടയിലുണ്ടായി. അതാണ് നമ്മൾ ഇന്നുവരെയും തുടർച്ചയായി ചെയ്തു വരുന്നത്. ഈ മാർഗം തുടർന്നു വരികയും ചെയ്യുന്നു. ഹോളണ്ടിലെ രാഷ്ട്രീയക്കാരൻ ഞാൻ പ്രസ്താവന നടത്തിയപ്പോൾ അന്നും ഹോളണ്ടിൽ ഞാനൊരു ഖുതുബ നടത്തിയപ്പോഴും അയാൾക്ക് ദൈവിക ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോഴും ഞാൻ അയാളെ മരണത്തെപ്പറ്റി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിൽ കേസ് നടത്താനും എന്നെ ഹോളണ്ടിൽ വരുന്നതിൽ നിന്ന് ബാൻ ചെയ്യണമെന്നും ഹോളണ്ട് സർക്കാരിനോട് അപേക്ഷിച്ചിരുന്നു. ഏതായിരുന്നാലും ഞങ്ങൾ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിൽ വരുന്ന എല്ലാ നീക്കങ്ങൾക്കും നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മറുപടി നൽകിയിട്ടുണ്ട്, നൽകുന്നതുമാണ്. അതിൻ്റെ പ്രഭാവവും ഉണ്ടാകുന്നതാണ്. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അതിനുള്ള പോംവഴി. ഏറ്റവും അധികമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ സ്വലാത്ത് ചൊല്ലണം, ദുആ ചെയ്യണം. കഴിഞ്ഞ ഖുതുബകളിൽ ഞാൻ ഇത് സംബന്ധിച്ച് ആഹ്വാനം ചെയ്തതാണ്. നമ്മെ സംബന്ധിച്ച് അനഹമദി പണ്ഡിതന്മാരുടെ കഠിനമായ പ്രസ്താവനകളുണ്ടെങ്കിലും നമ്മൾ ഇസ്ലാമിനെ പ്രതിരോധിക്കുകയും ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. 1-2 ആളുകളെ കൊല ചെയ്യുമ്പോൾ താൽക്കാലികമായ ആവേശം കെട്ടടങ്ങുമെങ്കിലും ഇതൊരു സ്ഥായിയായ പോംവഴിയല്ല. മുസ്ലിം സമുദായം ശാശ്വതമായ പരിഹാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണം. ഇപ്പോൾ ഫ്രാൻസിലെ പ്രസിഡന്റിന് തുർക്കി പ്രസിഡന്റ് മറുപടി നൽകിയിരിക്കുന്നു. അതുപോലെ 1-2 രാജ്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാ മുസ്ലിങ്ങളുടെയും ഒന്നിച്ചുള്ള പ്രതികരണത്തിന്റെ പ്രഭാവം ഇതിന് ഉണ്ടാക്കാൻ സാധ്യമല്ല. ഏതായാലും തുർക്കിയുടെയും മറ്റും പ്രതികരണത്തിൽ ഫ്രാൻസ് പ്രസിഡന്റ്
തൻ്റെ പ്രസ്താവന മാറ്റുകയും കുറച്ച് മയപ്പെടുത്തിക്കൊണ്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, എൻ്റെ ഉദ്ദേശം ഇതായിരുന്നു എന്നെല്ലാം പറയുന്നുമുണ്ട്. അതോടൊപ്പം തങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ 54-55 മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്ന് പറയാൻ അവർ കഴിയുമായില്ലായിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റിന് മാപ്പ് ചോദിക്കാനും കുമ്പിടാനും നിർബന്ധിതനാകുമായിരുന്നു. ഏതായിരുന്നാലും ഞാനിവിടെ ദുആ ചെയ്യാൻ പറയാനാണ് ആഗ്രഹിച്ചത്. മുസ്ലിം രാഷ്ട്രങ്ങൾ ചുരുങ്ങിയ പക്ഷം അന്യർക്ക് മുന്നിൽ ഒന്നിച്ച് ശബ്ദമുയർത്തിയാൽ എന്താണ് പ്രഭാവമെന്ന് കാണാമായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. മുഹമ്മദ് മസീഹിനെ അംഗീകരിച്ചവരുടെ കർത്തവ്യം ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങൾ ലോകത്ത് പരത്തുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി സുന്ദരമുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ലോകത്തെ മുഴുവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊടിക്കീഴിൽ കൊണ്ടുവരാതെ സ്വസ്ഥമായിരിക്കരുത്. ഏകദൈവത്തെ തിരിച്ചറിയുകയും അക്രമങ്ങൾ നിർത്തുകയും ചെയ്യുന്നതിലേക്ക് അതിലാണ് നിങ്ങളുടെ നിലനിൽപ്പെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കുവിൻ. കുറച്ചു കാലം മുമ്പ് ഞാൻ രാഷ്ട്ര നേതാക്കൾക്ക് വീണ്ടും കത്തയച്ചിരുന്നു. ഏതാനും മാസം മുമ്പ് ഈ കോവിഡ് കാലത്ത് ഞാൻ ഫ്രാൻസ് പ്രസിഡന്റിനും ഹദരത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ വാക്കുകളിൽ എഴുതിയിരുന്നു. അതിൽ ഞാൻ ശിക്ഷകളും ആപത്തുകളും അള്ളാഹു ഇറക്കാൻ കാരണം അക്രമങ്ങളാണെന്നും ഇത് നിങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്നും അക്രമങ്ങൾ അവസാനിപ്പിക്കാനും നീതി നടപ്പാക്കാനും സത്യാധിഷ്ഠമായി പ്രസ്താവന നൽകാനും പറഞ്ഞിരുന്നു. നാം നമ്മുടെ കടമകൾ അത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതുമാണ്. അത് മനസ്സിലാക്കണമോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും ഇഷ്ടം. ഏതായാലും നമ്മൾ മുസ്ലിം സമുദായത്തെ ദുആകളിൽ വിസ്മരിക്കാൻ പാടില്ല. അള്ളാഹു അവർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യദാസനെ തിരിച്ചറിയാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് ദൂരെ അകന്നു പോയാൽ നാശമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ലെന്ന് ലോകം പൊതുവായി മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ മൊത്തത്തിൽ ലോകത്തെ തൗഹീദിന് കീഴിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടതുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതാകയ്ക്ക് കീഴിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ് തരീഖ് ജദീദിന്റെ ഈ ലക്ഷ്യം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൂടാതെ ലോകത്തിന്റെ പൊതുവായ അവസ്ഥയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. ഈ രോഗത്തിൽ നിന്ന് മുക്തരായാൽ മറ്റൊരു വിപത്ത് മഹാലോക യുദ്ധത്തിന്റെ രൂപത്തിൽ ലോകത്തിറങ്ങാതിരിക്കട്ടെ. അള്ളാഹു ലോകത്തിന് ബുദ്ധിയും വിവേകവും നൽകുകയും അവന്റെ കടമകൾ നിറവേറ്റാൻ കഴിയുകയും ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله